എക്സ്ട്രാ ഡീസൻ ED ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും സുരാജ് വെഞ്ഞാറമൂടിന്റെ വിലാസിനി സിനിമാസും ചേർന്ന് നിർമ്മിച്ച് ആമിർ പള്ളിക്കൽ ഡയറക്ട് ചെയ്ത് ആഷിഖ് കക്കോടി തിരക്കഥ ചെയ്ത സിനിമയാണ്. ആമിർ പള്ളിക്കലിന്റെ രണ്ടാമത്തെ സിനിമയാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ആയിഷയായിരുന്നു. അപ്പം രണ്ടാമത്തെ സിനിമയായിട്ടുള്ള എക്സ്ട്രാ ഡീസന്റ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം സുരാജ് വെഞ്ഞാറമൂടിന്റെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ഈ വർഷം കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ഈ വർഷം ഇറങ്ങിയ സിനിമകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ സിനിമകളിലും ഒരേ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തിനെ കൊണ്ട് ഇനി അഭിനയം നടപടിയാവില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ സ്റ്റഫൊക്കെ കഴിഞ്ഞു തുടങ്ങിയെന്ന്. അത്രമാത്രം ആവർത്തന വിരസത വന്നു. നമുക്കിങ്ങനെ കണ്ട് ഇദ്ദേഹത്തിന് ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ലേ എന്നുള്ളൊരു ഫീൽ വന്നു. ഇപ്പൊ ലാസ്റ്റ് റിലീസ് ആയിട്ടുണ്ടായിരുന്ന തെക്ക് വടക്ക് സിനിമയൊക്കെ കണ്ടപ്പോൾ അതിലെ കോമഡികൾ പോലും ഏൽക്കാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഏതായാലും അത്തരം പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് കുറെ കാലത്തിന് ശേഷം ഈ വർഷം നല്ല കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെ നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് കാലത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ കയ്യിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നു. അദ്ദേഹം സേഫ് ആയിട്ട് അത് ചെയ്തു. അടിപൊളിയായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വളരെ ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിന്റെ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രസമായിട്ട് സുരാജ് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മേക്ക് ഓവർ ഒക്കെ വന്നിട്ടുണ്ട്. താടി മീശയൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അതും നമുക്ക് കാണുന്ന ആൾക്കാർക്ക് ഒരു പുതുമ തരുന്ന സാധനമാണ്. ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് കിട്ടുമല്ലോ കാണുമ്പോൾ. സോ ആ ക്യാരക്ടറിലേക്ക് നമ്മൾ എത്തി. ഇദ്ദേഹം വളരെ കോമഡിക്ക് നല്ല രസമായിട്ട് ആ ഒരു ട്രാക്കിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി കുറെ ചിരിപ്പിച്ചു. അപ്പൊ സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്തു. സുരാജിന്റെ നല്ലൊരു തിരിച്ചുവരവ് കാണാൻ പറ്റി. ഇനി സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ബിനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് സുരാജ് ചെയ്യുന്നത്. ബിനു ചെറുപ്പത്തിൽ തന്നെ ടോക്സിക് പാരന്റിങ്ങിന്റെ ഒരു വിക്റ്റിമായിട്ട് വളർന്നു വന്ന മകനാണ്. അത് കാരണം ഇദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വമൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വെച്ചിട്ട് വളരെ ഒരു കോമഡിയൊക്കെ പിടിച്ചിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ഇതിനോട് ഏകദേശം സമാനമായിട്ടുള്ള ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനെ വെച്ചുകൊണ്ട് തന്നെ വളരെയധികം സമാനമായിട്ട് ചെയ്ത മറ്റൊരു പ്ലോട്ടായിരുന്നു. പക്ഷെ ആ ഒരു ഡിസോർഡറിനെ വെച്ച് സമാനമെന്ന് തോന്നിക്കുന്ന രീതിയിൽ ചെയ്ത സിനിമയായിരുന്നു അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. അതിനകത്തും എനിക്ക് പേഴ്സണലി ആ ഒരു ക്യാരക്ടറും ആ ഒരു ഡിസോർഡറിനെ വളരെ ഫണ്ണിയായിട്ട് ചെയ്ത രീതികളൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിരുന്നു. ആ ഒരു ഇഷ്ടം ഈ ഒരു കഥാപാത്രത്തിനോടും ബിനു എന്ന് പറയുന്ന ക്യാരക്ടറിനോട് എനിക്ക് വന്നിട്ടുണ്ട്. ബിനുവിന്റെ ഒരു ക്യാരക്ടറിൽ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മളെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും നമുക്കറിയുന്ന പല ആൾക്കാരും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ നാർസിസിസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന, ഒട്ടും എമ്പതി ഇല്ലാണ്ട് പെരുമാറുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇവർ സ്വഭാവ സവിശേഷതകൾ വളരെ ഡിഫറെന്റ് ആണ്. ഭയങ്കര ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരു രീതിയിൽ ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവർ നമ്മളെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്നു പറയാൻ പറ്റില്ല. ഇവരെങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു രീതിയിലും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ആൾക്കാരാണ് ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കുറെ സ്വഭാവ സവിശേഷതകളുണ്ട്. നമ്മളെ ബ്ലെയിം ചെയ്യുക, നമ്മളെ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെടുത്തുക, നമ്മളെ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തിയിട്ട് ആനന്ദം കണ്ടെത്തുക, നമ്മളെ വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുക. അത്തരം മനുഷ്യരെ കണ്ട് പേടിച്ചൊക്കെ ഒരുപാട് സിറ്റുവേഷനിൽ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ആ ഒരു സംഭവങ്ങൾ ഇതിപ്പോൾ ഈ സിനിമയ്ക്കകത്ത് വളരെ കോമഡി ആയിട്ടാണ് ഈ കാര്യങ്ങൾ കാണിക്കുന്നതെങ്കിൽ കൂടിയും ആ സാധനങ്ങളൊക്കെ എനിക്കിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് മാത്രമൊന്നുമല്ല, അത് സൈക്കോ ആയിട്ട് ഭയങ്കര കോമഡി ആയിട്ട് പറയുന്നെങ്കിൽ കൂടിയും ഇത് ഈ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരുപാട് പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബിനു ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. ബിനുവിന്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛൻ റിട്ടയർഡ് തഹസിൽദാറാണ്. സുധീർ കരമനയാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അമ്മയായിട്ട് വരുന്നത് ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചറാണ്. അമ്മയായിട്ട് വരുന്നത് വിനയ പ്രസാദാണ്. അപ്പൊ ആ അച്ഛനും അമ്മയുമാണ് ബിനുവിന്റെ ഇരകൾ എന്ന് പറയുന്നത്. അവരുടെ ഒരു ഫ്രീഡത്തെയൊക്കെ ഇയാൾ നിഷേധിക്കുന്നു, അവരെ ബ്ലെയിം ചെയ്യുന്നു, അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഒരു ഘട്ടം കഴിയുമ്പം വിനയ പ്രസാദ് ചെയ്യുന്ന ക്യാരക്ടർ താനൊരു വിക്ടിം ആണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തില് ബിനുവിന്റെ മാനിപ്പുലേഷനിലൊക്കെ വീണ് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഈ സംഭവങ്ങളൊക്കെ വളരെ കോമഡിയിലൂടെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നെങ്കിൽ കൂടി വളരെ ഫണ്ണി ആയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്ത് പോയിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഒരു ക്യാരക്ടർ ബിനു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ ഒരു സൈക്കോത്തരങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപകരിച്ചിട്ടുള്ളതാണ് ബിനുവിന്റെ കോസ്റ്റ്യൂം സംഭവങ്ങളൊക്കെ. സമീറ സനീഷാണ് കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് വന്നിട്ടുള്ളത്. ബിനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ സ്വഭാവ സവിശേഷതകളോട് കുറെ യോജിച്ചു പോകുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ മേക്ക് ഓവറിലാണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറുമായിട്ട് ഒരുപാട് യോജിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണ് മേക്ക് ഓവർ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ ഫണ്ണി ആയിട്ട് പോയി സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുപോയി അവസാനമാകുമ്പോഴേക്കും ഈ സിനിമ എവിടെയെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ പെടാപ്പാട് പോലെ തോന്നിപ്പോയി. അവസാനത്തെ കുറച്ച് സമയങ്ങളുണ്ട്, ഒരു കാറുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറേ സമയം ഇങ്ങനെ നമുക്കൊരു പരിധി കഴിയുമ്പോൾ നമുക്കിങ്ങനെ മടുത്ത് വന്നു സിനിമ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സിനിമ അവസാനിപ്പിക്കുമ്പോഴേക്കും
നല്ല ഭംഗിയായിട്ട് തുടങ്ങി വെച്ച് നല്ല രസകരമായിട്ട് പോയ സിനിമയെ അവസാനിപ്പിക്കാൻ ഇവർ പാടുപെട്ടതുപോലും അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് എങ്ങനെയും അവസാനിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് അവസാനിപ്പിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ആകെ പ്രശ്നമായിട്ട് തോന്നിയത് ഈ ഒരു ക്ലൈമാക്സ് ആണ്. അതുവരേക്കുമുള്ള കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമല്ല. ഇതിനകത്ത് സുധീർ കരമന, വിനയ പ്രസാദ്, സജിൻ ചെറുകയിൽ, ഗ്രേസ് ആന്റണി, ശ്യാം മോഹൻ, വിനീത് തട്ടിൽ, ഷാജു ഇങ്ങനെയുള്ള ഒരുവിധം ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇത് കുറേ കാലത്തിന് ശേഷം സുധീർ കരമനയെ നന്നായിട്ട് ഉപയോഗിച്ചൊരു സിനിമ കൂടിയാണ്. ഒരുപാട് കാലത്തിന് ശേഷം. നല്ല കഴിവുള്ള നടനാണ്, കോമഡിക്ക് നന്നായിട്ട് ചെയ്യും. പക്ഷെ മലയാള സിനിമയിൽ കുറേ കാലമായിട്ട് ഇദ്ദേഹത്തെ നല്ല രീതിയിൽ കാണാറില്ല. ഇതിനകത്ത് നല്ല പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. വിനയ പ്രസാദിനെ നല്ല പോലെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന ടിപ്പിക്കൽ ആ ഒരു അമ്മ സങ്കല്പത്തിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ സിനിമ കണ്ടു തന്നെ അറിയണം. ഒരു അമ്മ എന്ന് പറയുന്നത് നന്മമരം മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളും വരുന്നു എന്നൊക്കെ സിനിമ വളരെ തമാശയിലൂടെ ആണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സജിൻ ചെറുകിൽ ആസ് യൂഷ്വൽ എല്ലാ സിനിമകളും പോലെ തന്നെ അഭിനയിച്ചു. ഗ്രേസ് ആന്റണി, ശ്യാം മോഹൻ ആ ഒരു കോംബോ നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ പെർഫോമൻസ് കൊണ്ടൊക്കെ നല്ല സിനിമയാണ്. പിന്നെ ടെക്നിക്കൽ സൈഡ് വരികയാണെങ്കിൽ നല്ല വർക്കാണ്. തരക്കേടില്ലാത്ത രീതിയിൽ ഒരു ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഒരുവിധം കഥയൊക്കെ പോകുന്നത്. ആ ഒരു കുറച്ച് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പോലും അതെല്ലാം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം, സിനിമാറ്റോഗ്രാഫി കൊള്ളാം, എഡിറ്റിംഗ് കൊള്ളാം. ഒന്നും അത്ര കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇതൊരു ഫാമിലിക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. വളരെ സീരിയസ് ആയിട്ട് പറയേണ്ട ചില വിഷയങ്ങൾ വളരെയധികം തമാശയോടുകൂടി നല്ല രീതിയിൽ ചെയ്ത സിനിമയാണ്. കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ബിനു എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ തമാശയോട് കൂടി കണ്ട് ഫാമിലിയുടെ കൂടെ ഒക്കെ കളിച്ച് ചിരിച്ച് കാണാൻ പറ്റിയ സിനിമ.